എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു ചെറിയ വൺ ഡേ ട്രിപ്പിന് വന്നേക്കാണ്. അപ്പം ഞാൻ താമസിക്കുന്ന കുലാലംപൂരിൽ നിന്നും ഒരു 3 മണിക്കൂർ മാത്രം ദൂരം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിമനോഹരമായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ വന്നപാടെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, ഒരു ചൈനീസ് റെസ്റ്റോറൻ്റാണ്. ഇത് ഡിംസും അഥവാ ക്യാനിങ് ഡിംസും എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഗൂഗിളിൽ മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെയിനായിട്ട് ഡംപ്ലിങ്ങും അതുപോലെ തന്നെ ഡിംസുമും ആണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഡിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈനീസ് ഫുഡാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ആ കാണുന്ന പാത്രത്തിരിക്കുന്ന പോലത്തെ സാധനമാണ്. അപ്പോൾ അത് ചോപ്സ്റ്റിക്ക് വെച്ച് അത് കഴിക്കാനാണ് മെയിനായിട്ട് ആൾക്കാർ വരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. So guys, today we are at Chibakas Cuisine Depot. So this restaurant is really famous for bingsu and also dumpling Chinese. And I'm actually it's the first time I'm trying, so I don't really eat Chinese instrument or dumpling. Anyway, let's see how it is. അതിനുശേഷം നമ്മളിവിടെ തൊട്ടടുത്തുള്ള ക്യുൻക്യുബെയിൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സ്ട്രീറ്റാണ്. മെയിനായിട്ടുള്ള ടൂറിസ്റ്റുകളും വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ട്രീറ്റാണ്. അവിടെ വന്ന് നമ്മളൊരു നല്ലൊരു സ്റ്റോറിൽ കയറി അവിടെ വ്യത്യസ്തമായുള്ള ഫോണുകളുടെ കവറുകളും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെന്നും അങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള കുഞ്ഞു കുട്ടി സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയാണ്. എനിക്ക് കടയുടെ ഒരു ആ ഒരു സ്റ്റൈൽ ഓഫ് ഡിസൈൻ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചുമ്മാ കയറി കുറച്ച് പട്ടിഷൊക്കെ കാണിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പം വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ബ്രിട്ടീഷ് കാറെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അങ്കിള് ഒരു ബ്രിട്ടീഷ് കാറെന്ന് തോന്നിക്കുന്ന ഒരു കാറിൽ ഒരു പഴയ മോഡൽ ഒരു വിൻറ്റേജ് ലുക്കിലുള്ള ഒരു കാറിൽ ഇങ്ങനെ പോകുന്നത് കണ്ടത്. കാറ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് പഴയ കാറുകൾ ഇതിൽ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മിറർ ലേക്കിലേക്കായിരുന്നു. മിറർ ലേക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കേവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ തുരങ്കത്തിൽ കൂടെ പോയി കഴിയുമ്പോൾ നമ്മുടെ 4 സൈഡുകളിൽ ഇതുപോലെ നല്ല വലിയ മലകളായിട്ട് ചുറ്റപ്പെട്ട് ഒരു പ്രത്യേക ഫീലാണ്. അതിൻ്റെ നടുക്കൊരു തടാകവും അവിടെ കുറച്ച് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹൈക്കിങ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹൈക്കിങ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ ക്വിക്ക്ലിയൊക്കെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ കെക്ലുക്ക് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെ തന്നെ കേവിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധ ടെമ്പിളിലേക്കാണ് പോയത്. അതും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എന്താ വെച്ചാൽ നാച്ചുറലായിട്ട് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു കേവിൻ്റെ അകത്തൊരു ടെമ്പിൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഉള്ളൊരു സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ കുറച്ച് പട്ടിഷയൊക്കെ കാണിച്ച് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതൊക്കെ ഒരു മെമ്മറി അല്ലേ, പിന്നെ നമുക്ക് കാണാമല്ലോ. അപ്പം ഞാനിങ്ങനെ കെക്ലുക്ക് ടെമ്പിളിൻ്റെ സ്റ്റെപ്സൊക്കെ കയറി മേളിലോട്ട് പോകുന്തോറും ഈ ഗുഹ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഗുഹ എന്നാണ് ഇതിന് പറയാറ്. കേവ് ഗുഹ അല്ലേ. അപ്പം അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു പ്രത്യേക തണുപ്പും അതുപോലെ തന്നെ മേളിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഫോണിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നമ്മൾ നേരിട്ടത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതി എന്ന് തന്നെ വേണം പറയാൻ. അപ്പം മലേഷ്യയിലേക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മലേഷ്യയിലേക്ക് വരാനാണെങ്കിൽ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ്. ഈ വർഷം അവസാനം വരെ 2024 ഡിസംബർ വരെ വിസ ഫ്രീ ആണ്. നമുക്ക് വിസ ഇല്ലാതെ വരാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ തന്നെ എയർ ഏഷ്യയുടെയൊക്കെ ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് മലേഷ്യയിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മലേഷ്യയിൽ വരുവാണെങ്കിൽ കുലാലംപൂർ മാത്രമായിട്ട് ഒതുക്കരുത്. ഇപ്പോൾ എന്ന് പറയുന്നത് കുലാലംപൂരിന് തൊട്ടടുത്താണ്. വെറും 3-3.5 മണിക്കൂറിൻ്റെ യാത്രയെ വരുന്നുള്ളൂ. നമുക്ക് ഇവിടുന്ന് ബസ്സിനാണെങ്കിൽ ചെറിയ പൈസയ്ക്ക് ബസ്സിന് പോവുകയും ചെയ്യാം. ഏകദേശം ഒരു 25 റിങ്കിറ്റിൻ്റെ അടുത്തേ വരത്തുള്ളൂ. 25 റിങ്കിറ്റ് എന്ന് പറയുമ്പം ഒരു 300-400 രൂപ അടുത്തേ വരത്തുള്ളൂ. അപ്പം നമുക്ക് 3.5 മണിക്കൂർ കൊണ്ട് ഇവിടെ പോയി അത്യാവശ്യം ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. അത് നന്നായിട്ട് നമുക്ക് മൊത്തം കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട് അതിനുശേഷം നമ്മളൊരു മാൻഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഈ മാൻഷൻ്റെ പേര് കില്ലീസ് കസിൽ അഥവാ കില്ലീസ് ഫോളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇതൊരു ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു റൂയിൻഡ് ആയിട്ടുള്ളൊരു മാൻഷനാണ്. ഇത് ബിൽഡ് ചെയ്തത് ഒരു സ്കോട്ടിഷ് പ്ലാനർ ആയിട്ടുള്ള വില്യം സ്കില്ലി സ്മിത്ത്. പുള്ളിയുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ മകന് വേണ്ടിയിട്ടോ ആണിത് പണിഞ്ഞതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് കൺഫേം അല്ല, പക്ഷേ ഇതൊരു അമേസിങ് ആയിട്ടുള്ള മാൻഷനാണ്. ഇതിൻ്റെ ബിൽഡ് ചെയ്തേക്കുന്ന ആ ഒരു
പ്ലാൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകാൻ പറ്റും. അത് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ മലേഷ്യയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് കാണുക. അപ്പോൾ അതിന് മാത്രം കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ കുറച്ച് പക്ഷേ കാണിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കുറച്ച് നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും വണക്കം.